ടൈം മുഴങ്ങാൻ സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ആഗോള ആരവത്തില് നമ്മളുടെ വിശേഷങ്ങൾ പുറത്ത് ജനങ്ങളുടെ ഒരുപാട് വിശേഷങ്ങളും കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആവേശത്തിലാണ് നിതീഷേട്ടാ, ശക്തമായ ആവേശത്തിലാണ്. മണിക്കൂറുകൾ അടുക്കുന്തോറും ഇങ്ങനെ ആവേശം കൊടുമ്പിരി കൊള്ളുകയാണ്. ഞാനിപ്പം തൊട്ടു മുമ്പ് ഇടവേളയ്ക്ക്, അതായത് തൊട്ടു മുമ്പ് നമ്മൾ ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്ത് അവിടെയും സ്ക്രീൻ വെച്ചിട്ട് ഭയങ്കര ആവേശമാണ്. അതായത് സംഗീതം, ഹൈലൈറ്റുകൾ, അങ്ങനെ ഭയങ്കര ആവേശമാണ്. അപ്പം സ്പോർട്സ് ഫുട്ബോൾ എന്നല്ല, ഏത് സ്പോർട്സോ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, മറ്റെന്ത് മത്സരം ആവേശം തന്നെയാണല്ലേ. അശ്വതി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ, തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ, അതായത് ഈ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ എന്ന് പറയുന്നത് കേവലം ഫുട്ബോൾ ആരാധകർ അല്ലെങ്കിൽ വർഷങ്ങളായി ഫുട്ബോൾ കാണുന്നവർ മാത്രമല്ല, ഒരു വലിയ ആരവം ജനങ്ങൾ വന്ന് കാണുന്ന ഒരു, അതായത് ഫുട്ബോളിന്റെ ബേസിക്സ് മാത്രം അറിയുന്നവർ കണ്ട് ആഘോഷിക്കുകയും ആ ലഹരിയിൽ ഭാഗമാവുകയും ചെയ്യുന്നതാണ്. പ്രായഭേദമന്യേ, അതെ, അത് ഓരോ എല്ലാ ഒത്തൊരുമയോട് കൂടി അവിടെ മറ്റൊന്നിനും ഒരു എന്താ പറയുക, നമ്മൾ സാനിച്ചേട്ടന്റെ ലൈവിൽ കണ്ടതാണ്. അതായത് പ്രായമേറിയ 40-ലേറെ പ്രായമുള്ള ആളുകളും അതിനൊപ്പം കൊച്ചുകുട്ടികളും ഒരുമിച്ച് നിന്നാണ് ആ മൈതാനത്ത് സന്തോഷിക്കുന്നത്. അതെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധികളെല്ലാം ആവേശത്തിലാണ്. ദിലീപ് ആവേശത്തിന്റെ പരകോടിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ അയ്യപ്പൻ വരെ പറയണ്ട കേട്ടോ, മിഥുൻ അയ്യപ്പൻ ഫുട്ബോളിന്റെ ആളാണ്. മിഥുൻ അയ്യപ്പൻ ആഘോഷത്തിലാണ്. അതിനിടയ്ക്ക് നമുക്ക് ദിലീപിലേക്ക് പോവാം. ദിലീപേ, ഇന്ന് രാത്രി എന്ത് സംഭവിക്കും? എന്താണ് തലസ്ഥാന നഗരം പറയുന്നത്? അവിടെ എങ്ങനെയാണ് ആവേശം? അശ്വതി, നിതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കരമനയിലാണ്. കരമനയിൽ എന്തായാലും ഫുട്ബോളിന്റെ ആവേശം കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരമനയിലെ യുവജന കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു സമാപന റാലി സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ അവൾ വളരെയധികം ആവേശത്തിലാണ്. എല്ലാ ഫാൻസുകാർ, അതായത് ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും അതോടൊപ്പം തന്നെ എല്ലാ ഫാൻസുകാരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെയധികം ആവേശത്തിലാണ്. ഇവിടെ നിന്നുകൊണ്ട് ഏകദേശം റാലിയാണ് അവിടുന്ന് ആദ്യം പോകുന്നത്. ഏകദേശം ഒരു 7:45 ഇവിടുന്ന് റാലി ആരംഭിച്ച് അതിനുശേഷം ഈ പൂജപ്പുര കിഴക്കേക്കോട്ട കറങ്ങി വീണ്ടും ഇവിടെ എത്തും. എന്തായാലും മോനെ, ബ്രസീൽ ആരാന്നല്ലേ? എന്തായാലും പരാജയം ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? ബ്രസീലുകാര് ഓരോ ടീമും കൊച്ചുകുട്ടി പറഞ്ഞില്ല, അതായത് റൊണാൾഡോ കോച്ച് വീട്ടിൽ പോയി, എന്നിട്ടാണ് ഇവിടെ നിന്ന് വെള്ളം പോകുന്നു. ഞാൻ പറയട്ടെ, മെസ്സി ഇവിടെ കള്ളക്കളി കമ്മിറ്റി ടീം കാണിച്ച ഇങ്ങനെയൊക്കെ തന്നെ. അതെ, കുട്ടികൾക്കും അതോടെ എല്ലാവർക്കും വളരെയധികം ആവേശമാണ്. മോനെ, എങ്ങനെയുണ്ട്? മെസ്സിയെ ജയിക്കോൾ. തോറ്റവർക്ക് പലതും കഴിവുള്ളവർ ജയിക്കും, തോറ്റവര് പലതും പറയും. കഴിവുള്ളവർ ജയിക്കും, ബാക്കിയുള്ളവർ തോക്കും. ആദ്യം ക്വാർട്ടറിൽ കയറിയിട്ട് ബാക്കി സംസാരം മതി. ആദ്യം ഗ്രൂപ്പ് സ്റ്റേജ് ക്വാർട്ടറിൽ ആദ്യം കയറിയിട്ട് ബാക്കി മതി. 2030 പോർച്ചുഗലിന്റെ മോൻ കളിക്കും. അപ്പൊ 2030 പോർച്ചുഗൽ റൊണാൾഡോയുടെ മോന് കപ്പ് കളിച്ചിട്ട് കാര്യമില്ല. ആവേശം CR7 ഫാൻസ് ആണ്. ദിലീപ് ഗംഭീര ഫാൻ ഫൈറ്റ് ആണെന്ന് തോന്നുന്നു ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. അവന്റെ മനസ്സ്, സ്വഭാവം, പിന്നെ അവന്റെ കളി കേട്ട് പഠിക്കൂ. അതെ, തീർച്ചയായും നിതീഷ്, അശ്വതി, എന്തായാലും വളരെയധികം ആവേശത്തിലാണ്. ദിലീപേ, നമ്മളെ തിരിച്ചു വരാം. നമുക്ക് മലപ്പുറത്ത് ആവേശത്തിലേക്ക് പോകണം. അതെ, തീർച്ചയായും. അല്ല, എന്തോ പറയുന്നു. മെസ്സി ഫാൻസ് റൊണാൾഡോ ഫാൻസിനെ അടിച്ചോടിക്കുകയാണ്. അതൊന്നും നടക്കത്തില്ല. ദിലീപേ, ആവേശത്തിന്റെ ഇടയിൽ ഗംഭീര ആവേശമായി തുടരുക. തിരിച്ചു വരുന്നതാണ്. മലപ്പുറത്തേക്ക് പോവാം. അശ്വതി, ഈ തിരുവനന്തപുരത്ത് ഗംഭീര ആവേശമാണ്. ഞാൻ പറഞ്ഞില്ലേ മലപ്പുറത്തെ കാര്യം പറയുന്നത്, പക്ഷേ മലപ്പുറത്ത് നമ്മൾ പറയുന്ന പോലെ തന്നെ തിരുവനന്തപുരത്തും വിവിധ ഇടങ്ങളിലാണ് ഇത്രയും ആഘോഷങ്ങൾ നടക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ശിവദാസേട്ടനിലേക്ക് പോവാം. എങ്ങനെയുണ്ട് ആവേശം?
അശ്വതി, നിതിൻ, മലപ്പുറത്ത് വലിയൊരു ആവേശം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 42 ദിവസമായി ഈ ഫുട്ബോൾ ലോകത്ത് തന്നെയായിരുന്നു എല്ലാവരും ഇവിടെ ജീവിച്ചിരുന്നത്. ഇവിടെ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ പൂർണ്ണമായും ഈ ഓരോ കവലകളിലും ഓരോ അങ്ങാടികളിലും ഒക്കെ ചർച്ച ഇത് മാത്രമായിരുന്നു, ഫുട്ബോൾ മാത്രമായിരുന്നു ചർച്ച. അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ പ്രധാനപ്പെട്ട ഫൈനൽ വന്നെത്തിയിരിക്കുന്നു. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരം ഇന്ന് രാത്രി ഇനി വെറും 5 മണിക്കൂർ പോലുമില്ല. മലപ്പുറത്തെ ആരാധകരൊക്കെ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവർ ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറത്തെ ടൗൺ ഹാളിന് തൊട്ട് മുൻപിലാണ്. ഇവിടെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ടൗൺ ഹാളിനുള്ളിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശനം ഉണ്ട്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, വിവിധ ഫാൻസുകാരാണ്, പല ടീമുകളും ഉണ്ട്. പക്ഷേ എല്ലാവരും വളരെ സൗഹൃദത്തിൽ തന്നെയാണ്. എന്താണ് ഇന്നത്തെ മത്സരത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ? വിലയിരുത്തൽ പറഞ്ഞാല് ഇന്ന് സാധ്യത അർജന്റീനക്കാണ് കൂടുതൽ. അതായത് അർജന്റീന ഒരു 3 ഗോളിനും 1 ഗോള് സ്പെയിനോടും എന്നുള്ള അഭിപ്രായമുണ്ട്. അർജന്റീനക്കാണ് സാധ്യത കൂടുതൽ. ഒരു കളി കാരണം ടിക്കറ്റൊക്കെ കളിച്ച് അവര് മികച്ച രീതിയിൽ 2010 അവര് ലോകകപ്പ് നേടി. അപ്പൊ ഇത്തവണയും വളരെ മികച്ച രീതിയിലുള്ള ഒരു കളി തന്നെയായിരുന്നു സ്പെയിൻ ഓരോ കളിയിലും കളിച്ചിരുന്നത്. സ്പെയിനിന്റെ സാധ്യത ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാശ പോരാട്ടമായിരിക്കും ഇന്ന് നടക്കുന്നത്. ടിക്കറ്റാക്ക ശൈലിയുമായി വന്ന സ്പെയിനും മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനയും തമ്മിലുള്ള കലാശ പോരാട്ടം വളരെ സൂപ്പറായിരിക്കും. ഒരു നാടൻ ചൊല്ലുണ്ട്, തെങ്ങിനത്ര ഉയരമോ തെങ്ങുകയറ്റക്കാരൻ അത്ര കഴിവെന്ന്. സ്പെയിനിന്റെ ഏറ്റവും വലിയ മധ്യനിരയും പിന്നെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഉണ്ടെങ്കിലും അതിന് മുകളിൽ കവച്ചു വെക്കാൻ മെസ്സി ഉണ്ടാകും. ഫുട്ബോളിന്റെ 39 വയസ്സായാലും മെസ്സി ഇപ്പോഴും ഏറ്റവും മികച്ച ഫോമിലാണ് നിൽക്കുന്നത്. അതായത് കളി അവസാനിക്കുന്ന സമയത്ത് മെസ്സി കപ്പ് ഉയർത്തിയിരിക്കും. അവസാന നിമിഷങ്ങളിൽ മെസ്സി മിഷിയായി ഉയർത്തെഴുന്നേറ്റ് കപ്പ് നേടുന്നത് തന്നെയാണ് അർജന്റീനക്കാരെന്നുള്ള ഒരു ആരാധന. പല ആളുകളുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ 2 ടീം നല്ല ടീമാണ്. ഒരു ഫൈനല് ഏത് ടീമിന്റെ അല്ല, എനിക്ക് അങ്ങനെ ഫാനില്ല. ഞാന് ഏഷ്യൻ ടീം ഏത് ടീമും പിന്നെ ഏത് ടീമായാലും കപ്പ് കൊണ്ടാത്ത ജപ്പാനൊക്കെ മികച്ച കളിയായിരുന്നു. അതിലിഷ്ടമാണ്. ഏത് കപ്പ് കൊണ്ടാത്ത ടീം, ചെറിയ ടീം അട്ടിമറിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് എന്റെ. പക്ഷെ അത് നടന്നില്ല. അപ്പൊ അർജന്റീനയും സ്പെയിനും ചെറിയ ടീമല്ല, പ്രധാനപ്പെട്ട ടീം. പക്ഷെ അർജന്റീന ഇഷ്ടമാണ്. പക്ഷെ ഇന്നത്തെ കളി ഭയങ്കര കളിയാവും. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അവർ ഒരേ മനസ്സോടെ അർജന്റീന ആണെന്നാണ് പറഞ്ഞത്. മെസ്സി ഉണ്ടെന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി ഇവിടെ 19 വയസ്സുകാരനായ എമാലും കുബറസിയും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കുണ്ട് ആൾക്കാർ. യെസ്, നമുക്ക് എറണാകുളത്തേക്ക് പോകാം. മിഥുനയ്യപ്പനെ കാണുന്നില്ലല്ലോ. മിഥുനയ്യപ്പൻ എവിടെ പോയി? ആവേശത്തിൽ മുങ്ങിപ്പോയോ? കാണുന്നില്ല മിഥുനയ്യപ്പൻ. ഗംഭീര ആഘോഷമാണ് ഇപ്പൊ നമ്മളെ മലപ്പുറത്തെ. നിങ്ങളാണ് എന്റെയിലേക്ക് വരാതിരുന്നത്. ഞാനിപ്പോ ഇവിടെ ഉള്ളത് കറുകപ്പള്ളി സ്റ്റെപ്പ് വെച്ചോണ്ടാണ് എറണാകുളത്തെ തന്നെ ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ചേട്ടാ, എത്രത്തോളം ആവേശമുണ്ട് ഇന്ന് അർജന്റീന കപ്പെടുക്കും? ഇന്ന് ദേശാമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മുടെ ബിഗ് സ്ക്രീനാണ് ഒരുക്കിയേക്കുന്നത്. 12,000 പേർക്ക് കാണാനുള്ള സൗകര്യമാണ് ഒരുക്കിയേക്കുന്നത്. അത് മാത്രമല്ല സ്പെയിൻ എത്ര ഗോൾ അടിക്കും എന്ന് പറഞ്ഞാൽ 5 അടിക്കും, 5 ഗോൾ അടിക്കും. ഗോൾഡൻ ബൂട്ടാർക്ക് മെസ്സിക്ക് തന്നെ, എംബാപ്പയ്ക്ക് കൊടുക്കില്ല. ഇന്ന് 2 ഗോൾ അടിച്ച മെസ്സിക്ക്. അർജന്റീന ഇന്ന് തോൽക്കും. ആദ്യമായിട്ട് ഇന്നാണ് അർജന്റീന തോൽക്കുന്നത്. ഇന്നാണ് സ്പെയിൻ ആയത്. അതോ ആ സ്പെയിൻ ഫാനോട് ചോദിക്കണം, അതായത് മെസ്സിയെ ഗോൾഡൻ ബൂട്ട് നേടാൻ സമ്മതിക്കില്ല എന്നുള്ളത്. ആവേശം പരകോടിയിൽ പ്രേക്ഷകരെ കാണുന്നില്ലേ മാജിക് സ്പീഡിൽ. അവിടെ മിഥുനയ്യപ്പൻ രക്ഷപ്പെടണം കേട്ടോ. മിഥുനയ്യപ്പൻ സ്പെയിൻ എന്നൊരു അക്ഷരം ഉണ്ടല്ലേ. താടി പഠിക്കൂന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇതേവരെ പഠിച്ചു കണ്ടിട്ടില്ല. ഇവൻ പണ്ടത്തെ ബ്രസീലാണ്. ഗംഭീരമായിട്ടുള്ള ബെറ്റാണല്ലേ മിഥുനെ. ഇങ്ങനെ ആയിരിക്കണം ആവേശം എന്ന് പറഞ്ഞാലേ. അതായത് ഒരു ടീമിലുള്ള സർവ്വ വിശ്വാസമാണ് അത്. ഈ താടി പഠിക്കുക എന്ന് പറയുന്നത് പുള്ളിക്കാരൻ താടിയേ ഗംഭീര താടിയാണ്. അത് അതെ അതെ താടിയായിരിക്കും. കൊച്ചുകൂട്ടുകാരുണ്ട്, കൊച്ചുകൂട്ടുകാർ അവരെ.
യുവത്വത്തിനോടൊപ്പം അതെ, യുവത്വത്തിനോടൊപ്പം അതാണ് ഞങ്ങൾ. നമ്മള് മലപ്പുറത്ത് മെസ്സിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം അതെ. മുതിർന്നവരാണ് കണ്ടെങ്കിൽ ഇവിടെ യുവത്വത്തിനോടൊപ്പം അതാണ് യമീൻ യമാൽ എന്നൊക്കെ വെച്ചാൽ അവരുടെ ഒരു 19 വയസ്സേ ഉള്ളൂ, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് മെസ്സിക്കൊപ്പം. മെസ്സിയൊക്കെ നമ്മുടെ മിഥുനെ നല്ല പാട്ട് ഒരു 2 സ്റ്റെപ്പ് വെക്കാം. മിഥുൻ ഫാൻസ് പറയുന്നു 2 സ്റ്റെപ്പ് വെക്കാം. പിന്നെ Yes, please. നല്ലൊരു പാട്ട് വെക്കും അവര്. അതാണ് ഞങ്ങളുടെ മിഥുൻ അയ്യപ്പൻ അതെ, മിഥുന്റെ ആവേശം അർജന്റീന ജയിക്കുമെന്ന വിശ്വാസം, അതാണ് മിഥുന് ഡാൻസ് കളിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും തോറ്റാൽ മിഥുനെ ഈ വീഡിയോകളെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നതാണ്. പാട്ട് ഇവര് 4 മണി മുതൽ തുടങ്ങിയ തുള്ളലാണ്, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇന്ന് അർജന്റീന കപ്പടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനും ഇവിടെയുള്ള എല്ലാവരും അർജന്റീന കപ്പടിക്കുന്ന തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആഘോഷം ഗംഭീരമാണ്. ഇതേപോലത്തെ ആഘോഷം രാവിലെ അവർക്കൊപ്പം അവരുടെ ഭാഗമായി ആഘോഷിക്കാന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു അവസരമാണ്. ചേട്ടൻ ആദ്യം വന്ന്, ഞാനിവിടെ വന്നപ്പോ ഏറ്റവും ആദ്യം ഇവിടെ വന്ന് മുഖത്ത് ചായ എഴുതി വെച്ച വ്യക്തിയാണ്. എത്ര ചെറുപ്പം മുതലേ അർജന്റീന ഫാനാണോ? അതെ ഞാൻ 86-ലോട്ടാണ് അർജന്റീന കളി കാണാൻ തുടങ്ങിയത്. പക്ഷേ സ്പെയിനിന്റെ പാട്ടിനാണ് കേട്ടോ. രണ്ടെണ്ണം മുഖത്ത് 2 കോടി റഫറി ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് നയം. അതെ ഞങ്ങൾ ബ്രസീലുകാരാണ്, പക്ഷെ ഇന്ന് റഫറിയാണ്. കാര്യം ബ്രസീലുകാരനാണ്, എന്നാൽ ഇന്ന് റഫറിയാണ്. അതെ, ഞങ്ങൾ സ്പെയിനിൽ കപ്പടിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഇപ്പോഴാണ് പിന്നെ പൊങ്ങണത്. തോർത്തിട്ട് നടക്കൂല, അതായത് തോർത്തിട്ട് നടക്കൂല. ഇവിടെ സ്പെയിൻ വാഗ്വാദങ്ങളാണ്. 16 വർഷം ഇന്നാണ് പൊങ്ങുന്നതെന്നാണ് പറയുന്നത്. ഉറങ്ങുവാണെന്നാ തോന്നണേ. കാരണം മിഥുനെ ആവേശം കൊടുമുടിയോടെ സ്പെയിൻ ആരാധകർ ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോ ഒരു ബൈക്ക് റാലിക്ക് വേണ്ടി പോയേക്കുക. അതെ മിഥുൻ അയ്യപ്പൻ, ഈ ബൈക്ക് റാലി ഇപ്പൊ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. റൊണാൾഡോ ഫാൻ. എടാ, ഇത്തവണ റൊണാൾഡോക്ക് കപ്പില്ലടാ, എന്ത് ചെയ്യും? അടുത്ത തവണ ഓ, അതാണ് ആവേശം, അതാണ് വിശ്വാസം. റൊണാൾഡോ ഫാനാണ്. അടുത്ത തവണ കപ്പടിക്കും. അശ്വതിക്ക് ആശ്വാസം. നിങ്ങളുടെ ജർമ്മനിക്ക് ആശ്വാസം. ജർമ്മനി ഫാൻസിനൊന്നും കാണാനില്ല, നമ്മൾ സൈലന്റ് കില്ലർമാരാണ്. അതെ ഇപ്പൊ അങ്ങനെ പറയാലോ. മിത്ര സ്റ്റെപ്പ് വേൾഡ് കപ്പ് ആഘോഷം തന്നെയാണ്. അതെ നമ്മുടെ മലയാളികളുടെ ആ ഒരു വൈബ് അതാണ് നിതീഷേട്ടാ. തുടക്കം മുതലുള്ള സ്പെയിനാണ്, അത് ഇപ്പൊ വന്ന സ്പെയിനാണ്. ഇപ്പൊ വന്ന സ്പെയിനാണ്. എന്തായാലും എത്ര ഗോൾ അടിക്കും? ഒരു 5-6 ഗോൾ അടിക്കും. 5-6 ഗോൾ. അതാണ് വേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജന്റീനയുടെ 5 ഗോളുകളാണ്, അല്ലെങ്കിൽ അർജന്റീന തിരിച്ചു വരും. സ്പെയിൻ എത്ര ഗോൾ അടിക്കും? സ്പെയിനാ 20 സംതിങ് ആയിരുന്നു. 5 ഗോൾ അടിക്കും. ഒരു ഗോൾ അർജന്റീന അടിക്കും. ഒരു ഗോൾ കൂട്ടുമെന്നാണ് പറയുന്നത്. സ്പെയിന്റെ കൂടെയാണോ? ആഹാ, കുട്ടികൾ മുഴുവൻ സ്പെയിന്റെ കൂടെയാണല്ലോ. മിഥുന, ഞങ്ങളുടെ യുവത്വം അങ്ങനെയാണ് കേട്ടോ. പറഞ്ഞു ഞങ്ങൾ പിന്നെ സ്പെയിനല്ല, പിന്നെ ആരാവാനാ? പോർച്ചുഗൽ തോറ്റോണ്ടാ? അതല്ല, ഈ അർജന്റീന എന്ത് കാര്യമാണ്? അർജന്റീന ഫുള്ള് ഷോ അല്ലേ? അർജന്റീന ഫുള്ള് ഷോ. ഷോയോ? അംഗീകരിക്കുന്നു. കഴിഞ്ഞാണ് അശ്വതി അത് പറയുന്നതേ കഴിഞ്ഞ
അശ്വതി അത് പറയുന്നതേ പോർച്ചുഗൽ ഫാനാണ്, ഒരു പോർച്ചുഗൽ ടീഷർട്ട് ഇട്ടാണ്. ഇത് ചില രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്ന സമയത്ത് ചില ആളുകൾ മറയണിഞ്ഞ് വന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന പോലെ പോർച്ചുഗലിന് ഷർട്ട് പുറത്തു വന്നു. അടിച്ചു പൊട്ടിക്കും. കുട്ടി മെസ്സി ആയി പറഞ്ഞോ എത്ര ഗോൾ അടിക്കുന്നു പറഞ്ഞേ, എത്ര ഗോളാ പറഞ്ഞോ? ഈ കുട്ടി കളി കാണൂല. ഒരു വനിത ചേച്ചി മെസ്സി ഫാനാണോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ മെസ്സിയുടെ ഒരു ഫാനാണ്. ഈ പ്രാവശ്യം മെസ്സി കപ്പ് ഒക്കെ ഇരിക്കും. കപ്പ് എടുത്തിരിക്കും. കഴിഞ്ഞ തവണ ഒരു കപ്പ് കിട്ടിയാൽ മതി. ഇത്തവണ 2 കപ്പ് അടുപ്പിച്ച് 2 കപ്പോട് കൂടി. പിന്നെ തീർച്ചയായിട്ടും 2 കപ്പ് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും കാണാലോ, നമുക്ക് കാണാം. പിന്നെ ചേച്ചിയെ കണ്ടാണോ? ചേച്ചി അങ്ങനെ ഒറ്റയ്ക്കണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ജയിച്ചിരിക്കും. ഈ അർജന്റീന മറ്റേ റിഗഡ് ആണ്, മാച്ച് ഫിക്സിംഗ് ആണെന്നൊക്കെ പറയുന്നതിനെ കുറിച്ചുള്ള ഒരു മറുപടി കൊടുത്തേ. അതൊക്കെ ഈ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കണല്ലേ. നമ്മൾ കളി കാണുന്ന ആൾക്കാരല്ലേ, നമുക്കറിയാലോ എങ്ങനെ അവർ ഗോൾ അടിച്ചു എന്നുള്ളത്. അതാണ്, അത് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും. അത് ഇവരെന്താ മനസ്സിലാക്കാത്തത്? മെസ്സി അർജന്റീന ഫിഫയുടെ കമ്പറ്റി ടീം എന്നൊക്കെ പറഞ്ഞ പരിഹാസം, അതൊരു കാര്യമില്ല. അതൊക്കെ വെറുതെ വേസ്റ്റ്. അതൊക്കെ ഇവര് വേണ്ടി പറഞ്ഞുണ്ടാക്കണല്ലേ. എനിക്ക് സംശയം, ഇവർ ഈ കമ്മിറ്റി ടീമൊക്കെ പറഞ്ഞാല് ഗോൾ അടിക്കണ്ടേ ജയിക്കണമെങ്കിൽ. പിന്നെ തീർച്ചയായിട്ടും എല്ലാരും ഗോൾ അടിച്ചത് അത് വെറുതെ അങ്ങനെയല്ലേ ചെയ്തല്ലോ. അത് മനോഹരമായ എണ്ണം പറഞ്ഞ ഗോൾ. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ഗോൾ ഒരു ചേച്ചി കിട്ടിയപ്പോ ഞാൻ കുറച്ച് ഓവറായി പോയി പറഞ്ഞു. തോന്നി ഓവറാക്കി ചളമാക്കലേടെ അപ്പുകുട്ട. നമുക്ക് 9:30 വീണ്ടും കാണണം കേട്ടോ. പിന്നെ ആവേശം വേണ്ട ഇന്നത്തോടു കൂടി. അല്ല മിഥുനെ, അർജന്റീന എങ്ങാനും കപ്പെടുത്തില്ല, തീർച്ചയായിട്ടും 9:30 വീണ്ടും കാണാം. നമ്മൾ എറണാകുളത്തേക്ക് വരും കേട്ടോ.